കാഫിലെ പ്രയാണം തുടരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, മടവൂർ കാഫിലയുടെ പുതിയൊരു പ്രയാണത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നാണ് ഇവിടെ സിറാജുദ്ദീൻ പറയുന്നത്. മടവൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് CM വലിയുള്ള എന്ന് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവിയുടെ പോരിശയും കറാമത്തും കറാമത്തില്ലട്ടോ കള്ളക്കറാമത്തും പാടി നടക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയാണ് സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഈ വ്യക്തി. ഇയാൾ അല്പ ദിവസങ്ങൾ മുമ്പ് 2-3 മാസം മുമ്പ് വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. അത് മടവൂർ കാഫിലയുടെ പേരിലല്ല. അയാളുടെ ഭാര്യ അസ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ 5ാമത്തെ പ്രസവം അത് അയാളുടെ വീട്ടിൽ നടത്തുകയും അതിനുശേഷം ആ വീട്ടിൽ നടത്തിയത് ഏതോ ഒരു അക്കിപ്പഞ്ചർ അറിയുന്ന ഒരു സ്ത്രീയുടെ പരിചരണത്തിലാണെന്നൊക്കെ പറഞ്ഞു. അത് സംബന്ധമായിട്ട് നമുക്കൊന്ന് കേട്ടുവരാം. വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു. മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയ്ക്കാണ് 5ാമത്തെ പ്രസവത്തിനിടെ ജീവൻ നഷ്ടമായത്. പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് സിറാജുദ്ദീൻ്റെ ഭാര്യ. അവരുടെ 5ാമത്തെ പ്രസവമായിരുന്നു ചട്ടിപ്പറമ്പ്, പെരിന്തൽമണ്ണ ചട്ടിപ്പറമ്പ് എന്ന പ്രദേശത്ത് വാടക പ്രസവം വീട്ടിൽ നടത്തിയത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 6 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ അമിത രക്തസ്രാവവും ശ്വാസതടസ്സവും കാരണമായിക്കൊണ്ട് ഈ സ്ത്രീ മരണപ്പെടുകയായിരുന്നു പ്രസവത്തോടെ. അതിനുശേഷം കൈക്കുഞ്ഞിനെയും ചോരക്കുഞ്ഞിനെയും ഈ സ്ത്രീയുടെ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് പെരുമ്പാവൂരിലേക്ക് ആംബുലൻസിൽ പോവുകയാണ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി. പെരുമ്പാവൂരിൽ കൊണ്ടുപോയിട്ട് അവിടെ ഖബറടക്കാനുള്ള ആ ഒരു നീക്കത്തിൽ അവരുടെ ഈ അസ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പോലീസുകാരൻ ഇടപെട്ടതിൻ്റെ ഭാഗമായിക്കൊണ്ട് സംഭവം കേസാവുകയും അസ്മയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റിലാവുകയും റിമാൻഡിൽ പോവുകയും ചെയ്തു. ഇതെല്ലാം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. എന്നാൽ അല്പ ദിവസം മുമ്പ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ ആൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. സാധാരണ നിലയ്ക്ക് ജീവപര്യന്തം ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പ്രതിക്ക് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാം. പ്രതിയുടെ വക്കീൽ ജാമ്യത്തിന് വേണ്ടി മൂവ് ചെയ്യുകയാണെങ്കിൽ കോടതി ജാമ്യം കൊടുക്കും. അത് സാധാരണയാണ്. ഇവിടെ കൊലപാതകം എന്നുള്ള ആ ഒരു കാര്യമല്ല സിറാജുദ്ദീൻ്റെ പേരിൽ കുറ്റമായി ചാർത്തിയിട്ടുള്ളത്, നരഹത്യയാണ്. ഈ നരഹത്യക്ക് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാനുള്ള സാഹചര്യവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ 60 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ 60 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ കോടതിക്ക് ജാമ്യം അനുവദിക്കാം. എന്നാൽ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് 58ാമത്തെ ദിവസമാണ്. 58 ഡേയ്സ് പൂർത്തിയായപ്പോൾ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും 2 ദിവസം ബാക്കി നിൽക്കെ മഞ്ചേരി കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ജാമ്യം അനുവദിക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിൽ കണിശമായ ഉപാധികളോടെയാണ് കോടതി ഇതുപോലെയുള്ള കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് ജാമ്യം അനുവദിക്കുക. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു പ്രതിക്ക് കുറ്റപത്രം സമർപ്പിക്കുവാൻ ഇനിയും 2 ദിവസം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചു എന്ന് പറയുന്ന ആ കാര്യത്തിനെതിരെ ഈ മാസം ഓഗസ്റ്റ് 1 ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്, ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉള്ളവന് അറിയാൻ കഴിഞ്ഞത്. അൻസില എന്ന് പറയുന്ന വനിതാ അഭിഭാഷകയാണ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അൻസില CA എന്ന വനിതാ അഭിഭാഷകയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ളത് മുഹമ്മദ് ഷാദ് എന്ന വക്കീലാണ്. ഇതിൻ്റെ എല്ലാം PDF എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച PDF ഫയൽ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ തുടർ വീഡിയോകളിലൂടെ അതെല്ലാം പുറത്തു വിടാവുന്നതാണ്. എങ്കിലും അറിവിന് വേണ്ടിയിട്ട് ആ കേസ് നമ്പർ എന്ന് പറയാം. ക്രിമിനൽ MC 6926/2025 എന്ന നമ്പറിൽ ഇപ്പോൾ പെറ്റീഷനായിട്ട് കയറിയിട്ടുള്ളത് സിറാജുദ്ദീൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള പെറ്റീഷനാണ്. ഇന്നിതിവിടെ എടുത്തു പറയുവാൻ കാരണം
മടവൂർ കാഫില എന്ന പേരുള്ള ഒരു ചാനലിൽ സിറാജുദ്ദീൻ ലത്തീഫി എന്ന പേരിൽ ഈ മനുഷ്യൻ വീണ്ടും മിത്തുകളും കെട്ടുകഥകളും വായ്പാട്ടുകളും കേട്ടുകേൾവിയും അടിസ്ഥാനമാക്കി മാത്രം പോരിശകളും അതുപോലെയുള്ള പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞുകൊണ്ട്, അതാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചത്. ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലാവുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകേണ്ടി വരികയും ചെയ്ത ഒരു വ്യക്തി, അയാൾ വീണ്ടും എന്തിൻ്റെ പേരിലാണോ പോലീസ് കസ്റ്റഡിയിലായത്, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം എന്തിൻ്റെ പേരിലാണോ അയാളുടെ പേരിൽ FIR രേഖപ്പെടുത്തുകയും ആ FIRൻ്റെ ഭാഗമായിക്കൊണ്ട് റിമാൻഡിൽ പോവുകയും പിന്നീട് മഞ്ചേരി കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തുകൊണ്ട് പുറത്തു വരികയും ചെയ്തത്, അതേ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് സിറാജുദ്ദീൻ എന്ന വ്യക്തി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട കോടതിക്കും അതുപോലെ ബഹുമാന്യനായ മലപ്പുറം പോലീസ് ചീഫിനും മുമ്പാകെ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണുള്ളത്. ഹിയർ ഈസ് എ എവിഡൻസ് എ നോ എവിഡൻസ് എന്നുള്ള ഒരു കാര്യം നിയമം അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്. സയൻറ്റിഫിക് ടെമ്പറിൽ നിന്നുകൊണ്ടോ സയൻറ്റിഫിക് ആയിക്കൊണ്ടോ തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യം അത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് കുറ്റകൃത്യമാണ്. ഒരു കള്ളക്കറാമത്ത് പറയുമ്പോൾ ഈ ഒരു വകുപ്പിൻ്റെ ഭാഗമാണത്. വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കാര്യം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തെങ്കിലും കണ്ടു എന്നുള്ളതല്ല, ഒരാൾ പറയുന്നത് കേട്ടു എന്നുമല്ല, ആരൊക്കെയോ പറഞ്ഞു വന്നു എന്ന അന്ധവിശ്വാസം ഇതുപോലെ ഈ ജനസമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തൂവെള്ള വസ്ത്രധാരികളായ ഈ ആളുകൾ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ് വീട്ടിൽ പ്രസവം എന്ന ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇത് സംബന്ധമായിക്കൊണ്ട് നമ്മൾ മറ്റ് ചാനലുകളിൽ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് നിലവിൽ. അപ്പോൾ ആ ഒരു കേസിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ ആ ഒരു ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇത് സംബന്ധമായിക്കൊണ്ട് അഡ്വക്കേറ്റ് അൻസിലയുടെ പെറ്റീഷൻ അത് ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ടുള്ളത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഹിദാണ്. സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആൾക്ക് ലഭിച്ച ജാമ്യം റദ്ദ് ചെയ്യുവാനുള്ള കാര്യം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയോടുള്ള വിരോധമല്ല ഇത്. ഒരു പാവ സ്ത്രീ, അത് അയാളുടെ ഭാര്യയായിരിക്കാം, അയാളുടെ ആരു തന്നെ ആണെങ്കിലും പ്രസവാനന്തരം 6 മണിക്കൂറിനും 10 മണിക്കൂറിനും ഇടയിൽ നിരന്തരം രക്തസ്രാവം നടന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടും ശ്വാസതടസ്സം കാരണമായിക്കൊണ്ടും ഒരു സ്ത്രീ പ്രസവാനന്തരം മരണപ്പെടുന്നത് ചികിത്സയുടെ അഭാവത്തിലാണ്. വേണ്ട വിധത്തിൽ ചികിത്സ ലഭിച്ചില്ല, അവർക്ക് നഷ്ടപ്പെട്ട രക്തം അവരുടെ ശരീരത്തിലേക്ക് വീണ്ടും എത്തിയില്ല, അവർക്ക് വേണ്ട വിധത്തിലുള്ള വൈദ്യസഹായം ലഭിച്ചില്ല. ഒരു അക്യുപഞ്ചറിൻ്റെ ഭാഗമായിക്കൊണ്ട് മാത്രമുള്ള ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് മരണപ്പെട്ട ജീവിക്കുവാനുള്ള അവകാശം ചികിത്സാ നിഷേധത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരി, അയാളുടെ ഭാര്യയായിരിക്കാം, ഇന്ത്യയിലെ ഒരു പൗര എന്ന നിലയ്ക്ക് അവരുടെ മരണത്തിന് ഉത്തരവാദിയായ ആൾക്ക് ജാമ്യം ലഭിക്കുകയും അതിനുശേഷവും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മരണത്തിലേക്ക് കാരണമായ അന്ധവിശ്വാസം തന്നെ അയാൾ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അത് അറിയിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു. ഇതുപോലെയുള്ള വിവരദോഷങ്ങൾ ആരെങ്കിലും വെച്ചു പുലർത്തുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഒഴിവാക്കുക. ഒരു മനുഷ്യന് നമുക്ക് ജീവൻ നൽകാൻ കഴിയില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവൻ പോകുവാൻ നാം കാരണക്കാരാവരുത് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.